കൂരിയാട് ദേശീയപാത 66 ഇടിഞ്ഞു താഴ്ന്നുണ്ടായ അപകടത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമെന്നും വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവത്തോടെ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂരിയാട് ഭാഗത്ത് മേൽപ്പാലമാണ് വേണ്ടിയിരുന്നതെന്ന് തുടക്കം തന്നെ നിർദ്ദേശിച്ചിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ച് ആദ്യമേ പറഞ്ഞതാണ്. ഇവിടെ പാലമാണ് അനുയോജ്യമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്നലെ തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവത്തോടെ ഇടപെടണം. ഇനി എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്ക് ആയിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. സ്ഥലം സന്ദർശിക്കുന്ന ആർക്കും തന്നെ ഇവിടുത്തെ ഭീതിജനകമായ അറ്റ്മോസ്ഫിയർ കാണാവുന്നതാണ്. റോഡ് ഒന്നായിട്ടങ്ങ് ഇരുന്നിരിക്കുകയാണ്. ഒരു സൈഡ് റോഡല്ല, മുഴുവൻ റോഡും ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ നിർമ്മാണം അശാസ്ത്രീയമാണ്, ഇവിടെ പാലം തന്നെ വേണം എന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ കലക്ട്രേറ്റിൽ കൂടിയ യോഗത്തിൽ ഇതിൻ്റെ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കലക്ടറും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതുപോലുള്ള ഏരിയയിൽ, ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളുണ്ട്, ഇതുപോലുള്ള ഏരിയയിൽ ഈ നിർമ്മാണം നിൽക്കൂല, അതുകൊണ്ട് പാലം തന്നെ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ അവരുടെ ടീം വരുന്നുണ്ട്. അത് പരിശോധന കഴിഞ്ഞതിന് ശേഷം വീണ്ടും കലക്ട്രേറ്റിൽ യോഗം വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. MLA-മാരുടെ ഒക്കെ, പിന്നെ ഗവൺമെൻറ്റുമായിട്ടും ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ഇനി ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വരും. ഗൗരവമുള്ള വിഷയമാണ്. ഇത് ഉത്തരവാദിത്തം അധികൃതർക്കായിരിക്കും എന്ന് ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ അവഗണിച്ചു പോകാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇനി UDF കൺവീനർ ഉണ്ട്, അദ്ദേഹം സംസാരിക്കും. അല്ല, ഇത് യോഗത്തിൽ പറഞ്ഞത് മഴയാണ്, മറ്റു കാരണന്മാര് അതുപോലെ തന്നെ ഇതിന്റെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുഴുവൻ സംസ്ഥാന അടിസ്ഥാനത്തിലും കേന്ദ്ര അടിസ്ഥാനത്തിലുള്ള വലിയ ഒരു ഹൈ ലെവൽ ടീം വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. ആ ടീം വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻ നാളെ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ ജനപ്രതിനിധികളുമായി ആവശ്യമെങ്കിൽ ചർച്ച നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിലയിരുത്തട്ടെ. ശാശ്വത പരിഹാരം വേണം. അല്ലാതെ ഇത്രയും വലിയ ഒരു വാള്, ഡെമോക്രസിന്റെ വാള് ജനങ്ങളുടെ തലയിൽ തൂങ്ങി നിൽക്കുന്നത് ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയില്ല, വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെതിരായി ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. അപ്പോൾ അടിയന്തര പരിഹാരമുണ്ടോ എന്ന് ഞങ്ങൾ നാളെ വരെ നോക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇവർ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ചെമ്മാടുകാർക്കിതാ ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.